പ്രതിരോധ മരുന്നുകളോ കുത്തിവെപ്പുകളോ ഒന്നും ഇല്ലാത്ത മാരക രോഗമായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്ന മങ്കി പോക്സ് എന്ന പകർച്ചവ്യാധി ലോകത്തിലെ 116ഓളം രാജ്യങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രേഡ് 3 മങ്കി പോക്സ് ആണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിൽ എംപോക്സ് ബാധിച്ച് 517 പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ 17,000-ഓളം പേർക്ക് രോഗം ബാധിച്ചെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 13 രാജ്യങ്ങളിൽ രോഗബാധിതർ ഉണ്ടെന്ന് പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നു. 60% രോഗവർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടന അടിയന്തര യോഗം ചേർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1958 ഡെൻമാർക്കിലെ കുരങ്ങുകളിൽ പ്രകടമായ ഈ രോഗം പിന്നീട് വ്യാപകമായി കണ്ടത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലാണ്. ഈ രോഗബാധ ആദ്യമായി സ്ഥിരീകരിച്ചതും അവിടെ തന്നെയായിരുന്നു. 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ ആദ്യമായി എംപോക്സ് മങ്കി പോക്സ് എന്ന രോഗം റിപ്പോർട്ട് ചെയ്തത്. അങ്ങേയറ്റം ഭയാനകമായ ഈ രോഗം ബാധിക്കുന്നവരിൽ 10-ൽ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. വസൂരി എന്ന മാരക രോഗത്തിന് കാരണമായ വേരിയോള വൈറസിൻ്റെ ഗണത്തിൽപ്പെട്ട വൈറസുകളാണ് ഈ മാരക രോഗം പടർത്തുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. 2022 മുതൽ ലോകരാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഈ രോഗബാധ ബാധിച്ച കേസുകൾ വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് മാരക പാപമായി കണക്കാക്കപ്പെടുന്ന സ്വർഗഭോഗവും സ്വവർഗ സംസർഗവുമായി ജീവിക്കുന്നവരിലാണ് ഈ മാരക രോഗം കൂടുതലായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്നവരിലും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ കേസുകളും അങ്ങനെ അല്ല എന്നുള്ളതും ഇതിൻ്റെ പിന്നിലുള്ള ഒരു വസ്തുതയാണ്. ഇത്രയധികം രാജ്യങ്ങളിലേക്ക് അപകടകരമാം വിധം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാധിയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര കമ്മിറ്റി നിർണായകമായ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ സമീപകാലത്ത് വർദ്ധിക്കുക മാത്രമല്ല, പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് ഗുരുതരമായി വ്യാപിക്കുകയും അമേരിക്കയിലും യൂറോപ്പിലും പുതിയ കേസുകൾ ഉയർന്നു വരികയും ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മരുഭൂമികളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഈ വ്യാധി മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ ബ്രിട്ടനിൽ ഏതാനും പേർ മരണപ്പെട്ടിരുന്നു. 2022 78 രാജ്യങ്ങളിലെ 400,000 പേരിൽ വ്യാപിച്ച ഈ രോഗം ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിലും എത്തിയിരുന്നു. ഈ രോഗം ബാധിച്ച് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ മരണവും കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലായിരുന്നു. അന്ന് തന്നെ UK-യിൽ നിന്ന് കണ്ണൂരെത്തിയ ഒരു കുട്ടിയിലും മറ്റു ജില്ലകളിലും രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ വൈറസുകൾ വസൂരി, കൗപോക്സ്, വാക്സീനിയ തുടങ്ങിയ മറ്റു രോഗങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പനി, തലവേദന, പേശിവേദന, മുഖത്തുണ്ടാകുന്ന ചുണങ്ങ് പോലെ തിണർത്ത പാടുകൾ, മുഖത്തും ജനനേന്ദ്രിയത്തിലും കൈകാലുകളിലും പുറത്തുമൊക്കെ കുമിളകൾ പ്രത്യക്ഷപ്പെടുക തുടങ്ങി വസൂരിക്ക് തുല്യമായ രോഗലക്ഷണങ്ങളാണ് മങ്കി പോക്സിനും ഉള്ളത്. അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. രോഗം ബാധിച്ച മൃഗങ്ങൾ, ശരീരസ്രവങ്ങൾ, മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. കൂടാതെ ഇത് ശ്വസന തുള്ളികളിലൂടെയോ അടുത്ത സമ്പർക്കത്തിലൂടെയോ പകരാനും ഉള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഇതിന് പ്രതിരോധ മാർഗങ്ങളല്ലാതെ ചികിത്സകളില്ലാത്തതിനാൽ ശക്തമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ചെലുത്തണം എന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്താനും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും മതിയായ ഉറക്കം നേടാനും ചർമ്മത്തിൽ പോറൽ ഒഴിവാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത, പിടിക്കപ്പെടുന്നവരിൽ 10-ൽ ഒരാൾ മരിക്കുന്ന ഈ മാരക രോഗം ഭൂഖണ്ഡങ്ങളുടെ അതിരും വരമ്പുമെല്ലാം കടന്ന് മാനവരാശിയെ പിടികൂടുകയാണ് എന്ന കാര്യം നമ്മെ ജാഗരൂകരാക്കി മാറ്റേണ്ടതാണ്.